ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗാട്ടോ. അപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ വീഡിയോനെ കുറിച്ചിട്ടാണ്. ഇത് 2-3 ദിവസം ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് അതിപ്പോൾ അപ്ലോഡ് ചെയ്യണം വേണ്ടയോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. ഫൈനലി ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഏപ്രിൽ 4-ാം തീയതി എടുത്തതാണ്. അന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും 30ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത ചെറിയൊരു സർപ്രൈസ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ബൈ ഗോപിക. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാനും ചേട്ടനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ. അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോയിട്ടുള്ളത് കൊണ്ട് അവരോട് 12:30 ആകുമ്പോഴേക്കും എത്താനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അവരോട് പറഞ്ഞേക്കണ കള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യത്തിനാണ്, പേപ്പറും ഒക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ പേരൻസിൻ്റെ സൈനൊക്കെ വേണമെന്ന് പറഞ്ഞാണ് വിളിച്ച് വരുത്തിയിട്ടുണ്ടായത്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ, എന്താണ് സംഭവം എന്ന് അറിയില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് എത്തിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ ഫുഡും കാര്യമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാട്ടോ സ്ഥലം വരുന്നത്. ഇത് തൃക്കാരൂർ ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഈ ഓർഫണേജിൻ്റെ പേര് പ്രഗതി എന്നാട്ടോ. അപ്പോൾ നമുക്ക് ഇവർക്ക് പലതരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റും, ഫുഡായിട്ടോ വസ്ത്രങ്ങളായിട്ടോ അങ്ങനെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണേ. പിന്നെ അതിനുശേഷം നമ്മൾ ഭക്ഷണങ്ങളൊക്കെ വിളമ്പും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളും പിന്നെ അവിടെയുള്ള കുറച്ച് മുതിർന്ന കുട്ടികളും ഞങ്ങളും ഉൾപ്പെടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വിളമ്പിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരുടെ ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടോ നമുക്ക് തോന്നിയത്. ഫുഡെല്ലാം നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് അച്ഛനോടും അമ്മേനോടും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്നും പറയാനുണ്ടായില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് സന്തോഷം സങ്കടമൊക്കെ വന്നു കേട്ടോ. പിന്നെ തിരിച്ചവർക്ക് ജോലിക്ക് പോകണമായിരുന്നു. അതിന് മുന്നേ നമ്മൾ ഓഫീസിലൊക്കെ കയറി ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാട്ടോ ഓർഫണേജ് വരുന്നത്, ചെറിയൊരു ഓർഫണേജാണ്. ശേഷം അവർ ജോലിക്ക് പോയി, ഞങ്ങൾ ഓടയ്ക്കാലിക്ക് പോവുകയാണ്. കാരണം ഞങ്ങൾക്ക് 1-2 ആവശ്യങ്ങളുണ്ട്, ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെ. കാരണം നെക്സ്റ്റ് ഡേ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും വിളിച്ചിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ചേട്ടനൊരു ഹെയർ കട്ടും എനിക്കൊരു ഹെയർ വാഷും ചെയ്യാനായിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഓടയ്ക്കാലിലുള്ള സ്റ്റൈലോറയിലാട്ടോ വന്നിരിക്കുന്നത്. ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഞാൻ ഹെയർ വാഷ് പ്ലസ് ഡീപ്പ് കണ്ടീഷനിങ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നെക്സ്റ്റ് ഡേ മുടി ഇച്ചിരി അടിപൊളിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നല്ല ചൂടായിരുന്നു. ഞങ്ങളൊരു ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പോണ വഴിക്ക് നമ്മളൊരു കരിമ്പൻ ജ്യൂസ് കണ്ടിട്ട് കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ പയ്യെ വീട്ടിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടമായെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ.